السلام عليكم. أعوذ بالله من الشيطان. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, മഹാനായ മാണി ഉസ്താദ് പറഞ്ഞതുപോലെ, അതുപോലെ സയ്യിദ് അവറുകളും ഓർമ്മിപ്പിച്ചതുപോലെ, ഇതൊരു പ്രസംഗത്തിൻ്റെ അവസരവും വേദിയും അല്ല. അതുകൊണ്ട് നീട്ടി പ്രസംഗിക്കുന്നില്ല. നമുക്ക് തഹ്ലീൽ ചൊല്ലി ദുആ നടത്താനുണ്ട്. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനായ സയ്യിദ് അൽ മർഹൂം ഫദ്ലു കോയമത്തങ്ങൾ അവർക്ക് വലിയ ദറജ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവരെയും നമ്മെയും നമ്മുടെ എല്ലാവരുടെയും സമുന്നത നേതൃത്വമായ താജുൽ ഉലമ മുതൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള അഹ്ലു ബൈത്തിലെ മുഴുവൻ കണ്ണികളിൽ സാധുക്കളായ നമ്മയും അല്ലാഹു ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൊടിക്കീഴിൽ സന്തോഷത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടികളായ അഹ്ലു ബൈത്ത് സാദാത്തു, ഒരു റിവായത്തിൽ നമുക്ക് കാണാം, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു കൊടുക്കുന്നതിൻ്റെ ആമുഖമായി അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വഹി ഇറങ്ങുകയും, അനസേ, ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് എന്നോട് പറഞ്ഞ കാര്യം നിങ്ങൾ അറിയുമോ എന്ന് ചോദിക്കുകയും, അവിടുന്ന് ബി അബീ വ ഉമ്മീ മാ ജാഅക ബിഹി ജിബ്രീൽ എന്ന് പറഞ്ഞപ്പോൾ, ഇന്നല്ലാഹ യഅ്മുറുക അൻ തുസവ്വിജ ഫാത്തിമ മിൻ അലി, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ അലി റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുക്കണം എന്ന് എന്നോട് അല്ലാഹു കൽപ്പിക്കുന്നുവെന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പോയി അബൂബക്കർ, ഉമർ, ഉസ്മാൻ, ത്വൽഹ, സുബൈർ തുടങ്ങിയ സഹാബികളെ വിളിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി വിളിച്ചു കൊണ്ടുവന്നു. അവരെല്ലാം ഇരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹംദുലില്ലാഹിൽ മഹ്മൂദി ബിനിഅ്മതിഹി എന്ന് തുടങ്ങുന്ന ഖുതുബ നിർവഹിച്ചു. അതിൻ്റെ അവസാനത്തിൽ നബി തങ്ങൾ ഒരു ദുആ നടത്തി. فجمع الله شملهما وأطاب نسلهما وجعل نسلهما مفاتيح الرحمة ومعادن الحكمة وأمن الأمة. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ, അല്ലാഹു നിങ്ങളുടെ ഒത്തുചേരൽ അത് സന്തോഷകരവും ബറക്കത്തുള്ളതുമാക്കട്ടെ, നിങ്ങളുടെ സന്താന പരമ്പരകളെ അല്ലാഹു നല്ലവരാക്കട്ടെ. വജഅല നസ്ലഹുമാ അവരുടെ രണ്ടുപേരുടെയും സന്താനങ്ങളെ മഫാത്തിഹർ റഹ്മ, കാരുണ്യത്തിന്റെ താക്കോലുകളാക്കട്ടെ. വമആദിനൽ ഹിക്മ,
ശരിയായ അറിവിന്റെ ഉറവിടങ്ങളാക്കട്ടെ. അംനൽ ഉമ്മ, ഉമ്മത്തിന് നിർഭയത്വത്തിന് നിദാനമാക്കട്ടെ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തതിന് ശേഷം അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു കൊണ്ടുവന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് പുഞ്ചിരിച്ചുകൊണ്ട് ഇന്നല്ലാഹ അമറനി അൻ നുസവ്വിജക ഫാത്തിമ, ഫാത്തിമ ബീവിയെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഇന്നി ഖദ് സവ്വജ്തുകഹാ അലാ 400 മിസ്ഖാലിൻ മിൻ ഫിദ്ദ എന്ന് മഹർ പറഞ്ഞുകൊണ്ട് നിക്കാഹ് ചെയ്തു കൊടുക്കുകയും മഹാനായ അലി റളിയല്ലാഹു അൻഹു അത് സ്വീകരിക്കുകയും ചെയ്തതിന് ശേഷം അലി റളിയല്ലാഹു അൻഹു ശുക്റിന്റെ സുജൂദ് ചെയ്തു. തല ഉയർത്തിയപ്പോൾ നബി തങ്ങൾ ഒന്നുകൂടി ദുആ ചെയ്തു കൊടുത്തു. ബാറക്കല്ലാഹു ലക്കുമാ വബാറക ഫീകുമാ വഅസ്അദ ജിദ്ദകുമാ വഅഖറജ മിൻകുമൽ കസീറ ത്വയ്യിബ്. ബാറക്കല്ലാഹു ലക്കുമാ. നമ്മളിപ്പോഴും നിക്കാഹിന്റെ സദസ്സുകളിൽ എപ്പോഴും കേൾക്കുന്ന ദുആ. നമ്മുടെ വലിയ വലിയ മഹാന്മാരായ ഉസ്താദുമാർ ദുആ ചെയ്യുമ്പോൾ അവർ അയ്യുഹ സൗജാനി എന്നൊന്നും പറയുന്നത് നമ്മൾ കേൾക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇവിടെ പറഞ്ഞതായി കാണുന്നില്ല. ബാറക്കല്ലാഹു ലക്കുമാ, അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. വബാറക ഫീകുമാ, നിങ്ങളിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വഅസ്അദ ജിദ്ദകുമാ വഅഖ്റജ മിൻകുമൽ കസീറ ത്വയ്യിബ്, ധാരാളം സന്താനങ്ങളെ അല്ലാഹു നിങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരട്ടെ എന്ന് തുടങ്ങുന്ന ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ലഖദ് അഖ്റജല്ലാഹു മിൻഹുൽ കസീറ ത്വയ്യിബ്, ധാരാളം നല്ല നല്ല മഹാന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടികളായി ലോകത്ത് കൊണ്ടുവന്നു. ആ അഹ്ലു ബൈത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിൽ പെട്ടവരാണ്. ആ അഹ്ലു ബൈത്ത് എന്നും അംനുൽ ഉമ്മയാണ്. ഈ ഉമ്മത്തിന് നിർഭയമാണ്. ഈ ഉമ്മത്തിൽ എന്നും അഭയമാണ്. അഹ്ലു ബൈത്തിൽ ആലിമും കൂടി ആയാൽ അവർക്ക് രണ്ട് പവറാണ്. ഒന്ന്, അവരുടെ ശരീരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ ഒരു അംശമുണ്ട്. ആലിമും കൂടിയാകുമ്പോൾ നബിതങ്ങളുടെ സ്വത്തും അവരുടെ കൈവശത്തിലുണ്ട്. നബിതങ്ങൾ വിതരണം ചെയ്ത സ്വത്താണ് ഇൽമ്, അതും കൈവശത്തിലുണ്ട്. ഇങ്ങനെ രണ്ട് പവറുകൾ ഒരുമിച്ച് കൂടിയവരാണ് ആലിമീങ്ങളായ സയ്യിദന്മാർ. ഞാൻ മിനിഞ്ഞാന്ന് ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ വീട്ടിൽ കുടുംബത്തെ സമാശ്വസിക്കുന്നതിൻ്റെ ഭാഗമായി പോയിരുന്നു. എൻ്റെ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു. തങ്ങളവറുകൾ എൻ്റെ വീട്ടിൽ വരുമ്പോൾ അധികവും ഫാമിലി ഉണ്ടാവും. ആദ്യം തന്നെ പറയും, ഞാനും ഫാമിലിയും അങ്ങ് വരും എന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെ അവിടെ ചെന്നപ്പോൾ തങ്ങളവറുകളുടെ ഇളയ മകൻ അവിടെ ഉണ്ടായിരുന്നു. മകൻ എന്നോട് മുതഅല്ലിമാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല ആലിമാകണം, നന്നായി ഇൽമു പഠിക്കണം. ഇൽമും കൂടി ഉണ്ടായാൽ, അതായിരുന്നു താജുൽ ഉലമയുടെ വലിയ പവർ. രണ്ടും ഒരേ സമയത്ത് ഉണ്ടായി. അതോടുകൂടെ നല്ല തഖ്വയും നല്ല ഇബാദത്തും ഉണ്ടായി. ഞാൻ ഇന്നലെയോ മിനിഞ്ഞാന്നോ ബഹുമാനപ്പെട്ട ഖുറാത്തങ്ങളുടെ ഒരു ക്ലിപ്പ് കേട്ടു. അതിൽ മഹാനവറുകൾ പറയുന്നുണ്ട്, റമദാനിൽ ഞാൻ 28 ഖത്മ് ഓതി എന്ന് ഒരു ക്ലിപ്പിൽ ഞാൻ കേട്ടു. നമുക്കും ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കണം. അതിന് നമ്മൾ സമയം കണ്ടെത്തണം. ഇബാദത്തിലൂടെ മാത്രമേ അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയുള്ളൂ. ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون. പരിശുദ്ധ ഖുർആൻ ഇസ്ലാമിക ശരീഅത്ത് പിന്തുടർന്ന് ജീവിക്കണം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്നെ കൽപ്പിച്ചിരിക്കുകയാണ്. അതിനേക്കാൾ വലിയ ഒരു മഹാനെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ലല്ലോ. നബിതങ്ങൾ തന്നെ ശരീഅത്ത് പൂർണ്ണമായി ജീവിതത്തിൽ പകർത്തി ജീവിക്കണം എന്നാണ് നിർദ്ദേശം. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഉറച്ച കാര്യമാണ് മരണം. എപ്പോഴാണ് എന്നത് ആർക്കും നിർവചിക്കാൻ കഴിയില്ല. അതാണ് ബഹുമാനപ്പെട്ട ഖുറാത്തങ്ങളുടെ വഫാത്തും
അതേപോലെ അടുത്ത ദിവസം നടന്ന ജലാലുദ്ദീൻ തങ്ങളുടെ വഫാത്തുമൊക്കെ നമ്മെ അറിയിക്കുന്നത് ഏത് സമയത്തും നമുക്ക് മരണം സംഭവിക്കാം. അല്ലാഹു നമുക്കെല്ലാവർക്കും ആഖിബത്ത് നന്നാക്കി തെരുമാറാകട്ടെ. ആ മരണം വരുന്നത് വരെ ഇബാദത്തെടുക്കണം എന്നാണ് ഖുർആൻ കൽപ്പിച്ചിട്ടുള്ളത്. മനസ്സ് തെറ്റിപ്പോയ ചിലരും ആ മനസ്സ് അവരുടെ അഖലിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത വിധം അവർ അല്ലാഹുവിൽ ലയിച്ചുപോയ ചില മഹാന്മാരും, അത്തരം ആളുകൾ ചിലപ്പോൾ ബാഹ്യമായി ഇബാദത്ത് കണ്ടില്ലെങ്കിലും അവരെ നമുക്ക് വിമർശിക്കാൻ പാടില്ല. അതാണ് നേരത്തെ CM ഇബ്രാഹിം സാഹിബ് പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാതെ നിസ്കരിക്കാത്ത ഏത് കള്ളന്മാരെയും പിന്തുടരണം എന്നല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. അതേ സമയത്ത് അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ മജ്ദൂബുകളുണ്ട്. അതേപോലെ തന്നെ ചിലർ അഖ്ലി അവർക്ക് വലബത്തായി പോയവർ ഉണ്ട് എന്ന് ഇമാമിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അവരെ നാം നിസ്സാരപ്പെടുത്താൻ പാടില്ല. അവർ അവരുടെ മനസ്സ് അല്ലാഹുവിൽ ലയിച്ചതിനാൽ, ഇങ്ങനെയുണ്ടല്ലോ, മറന്നുപോയാൽ, വിഷയം ഓർമ്മയില്ലാതിരുന്നാൽ, അപ്പോൾ അങ്ങനെയുള്ള ചില മഹാന്മാർ ഉണ്ടാകാം. അവരെ നിഷേധിക്കുകയും ചെയ്യരുത്. അതേസമയം ഇസ്ലാമിക ശരീഅത്ത് പിന്തുടർന്ന് ജീവിക്കുക എന്ന് പറയുന്നത്, ഇബാദത്ത് ചെയ്യുക എന്നത് അല്ലാഹു തആല അതിനു വേണ്ടിയാണ് മനുഷ്യനെ പടച്ചത് തന്നെ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെയും ജിന്നിനെയും ഇബാദത്തിന് വേണ്ടിയല്ലാതെ പടച്ചിട്ടില്ല എന്ന് ഖുർആൻ അസന്നിഗ്ധമായി പറഞ്ഞതാണ്. ഇബാദത്ത് വർദ്ധിപ്പിച്ചു. താജുൽ ഉലമ അങ്ങനെയായിരുന്നു. ഏത് യാത്ര കഴിഞ്ഞു വന്നാലും അവിടുന്ന് തഹജ്ജുദ് നിസ്കാരത്തിന് എഴുന്നേൽക്കും. അതേപോലെ ഏത് സമയത്തും ഖുർആനോത്തിൽ മുഴുകും. ഞാൻ കുട്ടിക്കാലത്ത് കാസർഗോഡ് ഭാഗത്ത് വന്ന് വഅദ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ പലപ്പോഴും തീവണ്ടിയിൽ മർക്കസിൽ പഠിക്കുന്ന കാലത്ത് പോകാറുണ്ട്. അപ്പൊ ചിലപ്പോൾ അപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ നിന്ന് ഉറക്കെ ഖുർആൻ ഓതുന്നത് കേൾക്കും. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അത് താജുൽ ഉലമയാണ്. അവിടെ വണ്ടിയിലിരുന്ന് ഇങ്ങനെ ഉറക്ക ഖുർആൻ ഓതുകയാണ്. അവിടെ ആരുണ്ട് എന്നുള്ള ചിന്തയൊന്നുമില്ല. കാരണം അവർ അള്ളാഹുവിനെ സ്നേഹിച്ച് അള്ളാഹുവിൽ ലയിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതം. ബഹുമാനപ്പെട്ട ഖുറാ തങ്ങളവറുകളെ സംബന്ധിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തങ്ങളവറുകൾക്ക് യാതൊരു ജാടയും ഇല്ല. ഒരു സാധാരണ കുപ്പായം, സാധാരണ കെട്ടുന്ന തലയെ കെട്ടും. നിങ്ങൾ എത്ര വലിയ സ്ഥലത്ത് കൊണ്ടുപോയാലും എവിടെ പോയാലും തങ്ങളെ പോകുന്ന പോക്കങ്ങ് പോകും. കാരണം ജനങ്ങളെ നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുകയോ ജനങ്ങളെ തൃപ്തിപ്പെടുത്തുകയോ ചെയ്യുക എന്ന നയത്തിന് പകരം അവിടുന്ന് ആ ജീവിക്കുന്ന ശൈലിയിൽ തനിക്ക് ശരിയാണെന്നും ബോധ്യപ്പെട്ട ഒരു വിഷയത്തിൽ ഒരിഞ്ച് മാറൂല. ഞാൻ പലപ്പോഴും പല വിഷയത്തിലും സംസാരിച്ചു നോക്കിയിട്ടുണ്ട്. മാനവറുകൾക്ക് ശരിയാണെന്ന് ബോധ്യപ്പെട്ടത് അത് എനിക്ക് ശരിയാണെന്ന് ബോധ്യപ്പെട്ടോളന്നില്ല. സ്വന്തത്തിൽ ശരിയാണെന്ന് ബോധ്യപ്പെട്ട വിഷയത്തിൽ ഒരിഞ്ച് മാറൂല. അങ്ങനെയുള്ള ഒരു ഉറപ്പ്, ഒരു യഖീൻ അത് തങ്ങളവറുകൾക്കുണ്ടായിരുന്നു. അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുക. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇബാദത്തുകൾ നമ്മളെല്ലാം മരണത്തിനു വേണ്ടി ഒരുങ്ങണം. ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫക്ക് തങ്ങൾ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും ഹിമ്മത്തും വർദ്ധിപ്പിച്ചു കൊടുക്കുക. തങ്ങളവരുടെ ദുആയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദുആയിൽ അല്ലാഹുമ്മ ജഅലി തഖ്വാ സാദനാ, അതാണ് ആവർത്തിച്ച് ദുആ ചെയ്തത്. നമുക്ക് തഖ്വ വേണം. തഖ്വ എന്ന് പറയുന്നത് അതിന്റെ ഉറവിടം മനുഷ്യന്റെ ഖൽബാണ്. അത്തഖ്വാ ഹാഹുനാ, തഖ്വ ഇവിടെയാണ് എന്ന് പറഞ്ഞാൽ അഹങ്കാരവും അസൂയയും വിദ്വേഷവും വൈരാഗ്യവും വെറുപ്പുമൊന്നുമില്ലാതെ തെളിഞ്ഞ മനസ്സ് വേണം. ഖൽബുൻ സലീം. അല്ലാത്തവർക്കൊന്നും ഉപകരിക്കുകയില്ലെന്നല്ലേ ഖുർആൻ പറഞ്ഞത്? യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ക്ലിയറായ മനസ്സ്. അപ്പൊ ഖൽബ് ശുദ്ധിയാകണം. അതോടുകൂടെ അള്ളാഹു കൽപ്പിച്ചതെല്ലാം എടുക്കുന്നവനും കൃത്യമായി നിസ്കരിക്കണം. അതേപോലെ അള്ളാഹു നിർബന്ധമാക്കിയതെല്ലാം എടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിങ്കിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഖുദ്സിയായ ഹദീസ് പഠിപ്പിച്ചില്ലേ? വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ അഫ്തറതുഹു അലൈഹി. ഇമാം ബുഖാരി അത് റിവായത്ത് ചെയ്യുന്നുണ്ട്. ഞാൻ ഫർളാക്കിയ കാര്യം എടുക്കാതെ
അതിനേക്കാൾ എനിക്ക് താല്പര്യമുള്ള ഒരു സംഗതിയും എടുത്തുകൊണ്ടിനേലേക്ക് അടുക്കാം എന്നൊരു വ്യാമോഹം ഒരാൾക്കും വേണ്ടെന്നാണ് അള്ളാഹു തന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ അഫ്തറതുഹു അലൈഹി. അതോടുകൂടെ വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, ധാരാളം സുന്നത്തുകൾ എടുത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കണം. ഫർളായ കാര്യം തന്നെയാണ് ഹറാം കൈയൊഴിക്കുക എന്നത്, അതുപോലെ കറാഹത്തുകൾ കൈയൊഴിക്കുക എന്നത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് പറഞ്ഞില്ലേ, കറാഹത്തുകൾ ഇൻദൽ ആരിഫീന കബീറ. ആരിഫീങ്ങളായ മഹാന്മാരുടെ അടുക്കൽ കറാഹത്ത് തന്നെ വലിയ കബീറത, വൻകുറ്റം പോലെയാണ് അവരതിനെ കാണുക. മഹാനായ സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസിനെ പോലുള്ള, വടകര മുഹമ്മദ് ആജി തങ്ങളെ പോലുള്ള മഹാന്മാർ, അവർ ചിലപ്പോൾ നമുക്ക് ചെറുതാണെന്ന് തോന്നുന്ന വിഷയങ്ങളെ വളരെ ഗൗരവപൂർവ്വം സമീപിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അത് ആരിഫീങ്ങളുടെ ഒരു സ്വഭാവമാണ്. അവർക്ക് ചെറുതില്ല. അള്ളാഹുവിനോട് എതിരായിട്ടല്ലേ ചെയ്യുന്നത്? അള്ളാഹു ഒരിക്കലും ചെറുതല്ലല്ലോ, അള്ളാഹു അക്ബർ. അതുകൊണ്ട് അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൽപ്പിച്ചതിനെതിരെ ചെയ്യുന്നതെല്ലാം അവർ വലിയ സംഗതിയായിട്ടാണ് കാണുക. നമ്മളെപ്പോഴും നല്ല സ്വഭാവമുള്ളവരാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ അഹ്ലു ബൈത്തിനെയും സഹാബത്തിനെയും അതുപോലെ അയിമ്മത്തിനെയും ഉലമാഇനെയും മുതഅല്ലിമീങ്ങളെയും മുഅ്മിനീങ്ങളെയും സ്നേഹിക്കുന്നവരായി നമ്മുടെ ജീവിതം നയിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. തഖ്വയാണ് ഏതൊരാളുടെയും വിജയത്തിന്റെ നിദാനം. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, ഏറ്റവും തഖ്വയുള്ളവരാണ് നിങ്ങളിൽ ഏറ്റവും കറാമത്തുള്ളവർ എന്നല്ലേ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തഖ്വ നമുക്കെല്ലാവർക്കും നമ്മുടെ കൈമുതലായിരിക്കണം. തഖ്വ എന്ന് പറയുന്നത് ആ തഖ്വ കൈമുതലാക്കി ഉലമാഇനെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കും. ബഹുമാനപ്പെട്ട സയ്യിദ് ഫضل കോയമ്പത്തങ്ങൾ ഖുറാ തങ്ങൾ അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഉലമാ എന്താണോ പറയുന്നത് അവിടെ ഉറച്ചു നിൽക്കും, അതിനപ്പുറം ഇല്ല. ബഹുമാനപ്പെട്ട ഒരു തന്നെ പണ്ഡിതനാണ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുശാവറ അംഗമാണ്, കണ്ണൂർ ജില്ലാ മുശാവറയുടെ പ്രസിഡന്റാണ്. മഹാനവറുകൾ മുശാവറയിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ്. അവിടെ ഉലമാക്കൾ ഒരുമിച്ച് കൂടി ഒരു തീരുമാനം പറയുമ്പോൾ ആ തീരുമാനത്തെ തങ്ങൾ പിന്തുണച്ചതല്ലാതെ ഇന്നേ വരെ അതിനെതിരായി ഒരു വാക്കുപോലും തങ്ങളവറുകൾ സംസാരിച്ചിട്ടില്ല. എല്ലാവരും തങ്ങളെ ബഹുമാനിക്കുന്നു, എല്ലാവരും ആദരിക്കുന്നു. പക്ഷേ ആ ആദരവ് ഒരിക്കലും അവിടുന്ന് ദുർവിനിയോഗം ചെയ്തിട്ടില്ല, ചൂഷണം ചെയ്തിട്ടില്ല. മറിച്ച് അത്വീഉല്ലാഹ വ അത്വീഉർ റസൂല വ ഉലിൽ അംരി മിൻകും, അല്ലാഹുവിനെ അനുസരിക്കണം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കണം. വ ഉലിൽ അംരി മിൻകും, നിങ്ങളിലുള്ള കാര്യക്കാരായ പണ്ഡിതന്മാരെ അനുസരിക്കണം. അത് ഖുർആനിന്റെ നിർദ്ദേശമാണ്. ആ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടല്ലാതെ തങ്ങളവர்கள் പ്രവർത്തിച്ചിട്ടില്ല. അല്ലാഹു അവിടുത്തെ സന്താന പരമ്പരകൾക്കും കുടുംബങ്ങൾക്കും എല്ലാം ആ വഴി പിന്തുടർന്ന് ജീവിക്കാനുള്ള എല്ലാ തൗഫീഖും നൽകുമാറാകട്ടെ. നമുക്കും അല്ലാഹു തആല ആ തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. മഹാനായ സയ്യിദ് അവറുകൾ നേരത്തെ സംസാരിക്കുമ്പോൾ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു, അതോടുകൂടെ നബി തങ്ങളുടെ കുടുംബത്തിന്റെ പേരിലും നിസ്കാരത്തിൽ സ്വലാത്ത് ചൊല്ലുന്നു. നബി തങ്ങളുടെ സ്വലാത്തിന്റെ കൂടെ കുടുംബത്തെ ചേർത്ത് സ്വലാത്ത് ചൊല്ലുന്നത് അത് തന്നെ പോരെ. അതാണ് ഗഫാകുമു മിൻ അളീമിൽ ഖദ്രി അന്നകുമു മല്ലം യുസല്ലി അലൈക്കും ലാ സ്വലാത്ത ലഹു എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ചൊല്ലിയിട്ടുള്ളത്. നിസ്കാരം പരിപൂർണമാകണോ? അഹ്ലു ബൈത്താകുന്ന നിങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാതെ അത് പൂർണ്ണമാകുന്നില്ലല്ലോ. അത് പോരെ നിങ്ങൾക്ക് ബഹുമാനമെന്ന്. യാ അഹ്ല ബൈത്തി റസൂലില്ലാഹി ഹുബ്ബുകുമു ഫർളും മിനല്ലാഹി ഫിൽ ഖുർആനി അൻസലഹു എന്ന് ഖുർആൻ തെളിവാണെന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ചൊല്ലിയത് കാണാം. ഞാനൊരു ചെറിയ സംഭവം ബർക്കത്തിന് വേണ്ടി പറഞ്ഞു നിർത്തുന്നു. മഹാനായ ശൈഖ് സാലിഹ് മുസദ്ദരി റളിയല്ലാഹു അൻഹു അൽ ഫജ്റുൽ മുനീർ എന്ന ഗ്രന്ഥത്തിൽ താജുൽ ലഖ്മിൽ ഇസ്കന്ദരി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയതായി ഇമാം സുംഹൂദി രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാം. കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
വലിയ കാറ്റടിക്കുന്നു, ആരും രക്ഷപ്പെടുകയില്ലെന്ന് തോന്നുന്ന കാറ്റ്. അങ്ങനെ വരുമ്പോൾ എൻ്റെ കണ്ണും നങ്ങ് മയങ്ങിപ്പോയി. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. അവിടുന്ന് പറഞ്ഞു, ഖുൽ യാ അഹ്ലിൽ മർകം, ഈ വാഹനത്തിൽ കപ്പലിലുള്ളവരോടൊക്കെ പറയൂ, യഖൂലു, അവർ ചൊല്ലട്ടെ, അൽഫ മറ, 1000 തവണ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ആഫാത്ത് وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. ഏകദേശം നമ്മുടെ മങ്കൂസ മൗലിദിന്റെ അവസാനത്തിൽ, ബദർ മൗലിദിന്റെ അവസാനത്തിലൊക്കെ ചൊല്ലുന്ന ദുആയുടെ തുടക്കത്തിലുള്ള സലാത്ത്. മഹാനവറുകൾ പറയാൻ, ഞാൻ ഉറക്കം തെളിഞ്ഞു, ഞാൻ കപ്പലിലുള്ളവരോടൊക്കെ പറഞ്ഞു, നമ്മളെല്ലാവരും ചൊല്ലുക ഈ സലാത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലും അവിടുത്തെ കുടുംബത്തിന്റെ പേരിലുമുള്ള ഈ മഹത്തായ സലാത്ത്. ആ സലാത്ത് ഞങ്ങൾ ചൊല്ലിയൊരു 300 ചൊല്ലിയതേ ഉള്ളൂ. ഫഫറജല്ലാഹു അന്നാ, എല്ലാ കാറ്റും കോളും പോയി, ഞങ്ങൾ അവിടെ രക്ഷപ്പെട്ടു. ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാര് പറയാൻ, ചില മഹത്തുക്കളായ സാലിഹീങ്ങൾ, ഇമാം ഹസൻ ഇബ്നു അലി അൽ അസ്ഖാനി റഹിമഹുല്ലാ തുടങ്ങിയ പലരും ഉദ്ധരിച്ചതായി പറയാൻ, മൻ ഖാലഹാ ഫീ കുല്ലി മുഹിമ്മിൻ വനാസിലത്തിൻ അൽഫ മറ, 1000 തവണ ഏതൊരു പ്രശ്നമുണ്ടായാൽ, ഏതൊരു മുസീബത്ത് വന്നാൽ ഈ സലാത്ത് ചൊല്ലിയാൽ ഫറജല്ലാഹു അൻഹു വഅദ്റക മഅ്മൂലഹു എന്ന് മഹാനായ ഇമാം സുമുഹൂദി രേഖപ്പെടുത്തിയതായി കാണാം. അപ്പൊ സുഹൃത്തുക്കളെ, നബിതങ്ങളുടെ ഈ നബിതങ്ങളുടെ കുടുംബത്തിന്റെ പേരിലുമുള്ള സലാത്ത്, ആ സലാത്തിന് തന്നെ വലിയ മഹത്വവും ആണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. നമ്മളെല്ലാം അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചുകൊണ്ട് ഇവിടെ വന്നവരാണ്. ഇത് മുഹറം മാസമാണ്. മുഹറം മാസം വളരെ പുണ്യമുള്ള ഒരു മാസമാണ്. പക്ഷേ അള്ളാഹുവിന്റെ ദീൻ നമ്മെ പഠിപ്പിച്ചത്, നേരത്തെ പറഞ്ഞല്ലോ ഞാൻ, ശരീഅത്ത് വിട്ടുകൊണ്ടൊരു കാര്യമില്ല. ഇസ്ലാമിക ശരീഅത്ത് നമ്മെ പഠിപ്പിച്ചത് അതിന്റെ വഴിയിലാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ. ശീഅത്ത് എന്ന് പറയുന്ന ഒരു കക്ഷിയും നാസിബത്ത് എന്ന് പറയുന്ന വേറൊരു കക്ഷിയും ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. നാസിബത്ത് എന്ന് പറയുന്ന കക്ഷി അഹ്ലു ബൈത്തിന്റെ വിരോധികളാണ്. ശിയഅത്ത് എന്ന് പറയുന്ന കക്ഷികൾ അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചത് ശരീഅത്ത് മറികടന്നുകൊണ്ടുള്ള സ്നേഹപ്രകടനവുമാണ്. രണ്ടും പിഴച്ച കക്ഷികളാണ്. ഈ രണ്ട് വഴിയും സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സാദാത്തുക്കളുടെ ബഹുമാനം പറയാൻ വേണ്ടി മാത്രം ഇമാം സുമുഹൂദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ രചിച്ച ഈ എൻ്റെ കയ്യിലുള്ള അൽ ഇസ്റാഫ് അലാ ഫളിൽ അശ്റാഫ് എന്ന ഗ്രന്ഥത്തിലും, അതേപോലെ അഹ്ലു ബൈത്തിനെ സംബന്ധിച്ച് വളരെ വിശദമായി രേഖപ്പെടുത്തിയ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ സവായിഖുൽ മുഹരിഖയിലും അതുപോലുള്ള കിതാബുകളൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം, അതേ ആശുറ വരുന്ന ദിവസം ദുഃഖപ്രകടനങ്ങളൊന്നും നടത്താൻ പാടില്ല. അന്ന് പ്രത്യേകം സുർമയിടൽ വരെ പാടില്ല. അന്നത്തെ ദിവസം നാം മുസീബത്തിന്റെ പേരിൽ ക്ഷമിച്ചവരാകണം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് മുസീബത്തിന്റെ പേരിൽ അല്ലാഹു തന്നതിനെ പൊരുത്തപ്പെട്ട് അംഗീകരിച്ച്, അങ്ങനെയാണല്ലോ വല്ലദീന സബറു ബിത്തിഖാഅ വജ്ഹി റബ്ബിഹിം, റബ്ബിന്റെ വജ്ഹിനെ കരുതി അല്ലാഹുവിന്റെ തീരുമാനത്തിൽ പൊരുത്തപ്പെടുന്നവർ, അതാണല്ലോ ശരിയായ ക്ഷമയെന്ന് പറയുന്നത്. ആ ക്ഷമയാണ് നമ്മൾ എവിടെയും കൈക്കൊള്ളേണ്ടത്. പൊറുതികേടുകളൊന്നും നമുക്ക് കാണിക്കാൻ നിർവാഹമില്ല. കാരണം എല്ലാം തരുന്നവൻ അല്ലാഹുവാണ്. ആ അല്ലാഹു എന്തു തന്നാലും ഞാൻ അതിൽ സംതൃപ്തനാണ് എന്നതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവം. അജബല്ലി അംരിൽ മുഅ്മിനി അൽ അംറു കുല്ലുഹു ലഹു ഖൈർ ഇൻ അസാബതുഹു സറാഉ ശകറ ഫകാന ഖൈറൻ ലഹു വഇൻ അസാബതുഹു ദറാഉ സബറ ഫകാന ഖൈറൻ ലഹു എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ ഏത് പ്രയാസം വരുമ്പോഴും അവിടെ ക്ഷമിച്ചു നിൽക്കണം. എങ്ങനെയാണെങ്കിലും മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റാഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ ലികൈ ലാ തൽസൗ അലാ മാ ഫാതകും വലാ തഫറഹു ബിമാ ആതാക്.
എന്ത് കിട്ടിയാലും അഹങ്കരിക്കരുത്. ഒന്ന് സംഭവിച്ചാലും അതിന്റെ പേരിൽ ടെൻഷൻ അടിക്കരുത്. മറിച്ച് അള്ളാഹുവിലേക്ക് ഖൽബ് തിരിച്ച് എന്റെ റബ്ബ് തന്നത് എന്ന നിലക്ക് അത് അംഗീകരിക്കുകയും പൊരുത്തപ്പെടുകയും ചെയ്തുകൊണ്ടുള്ള ക്ഷമ, ആ ക്ഷമയാണ് ഫബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. അല്ലദീന ഇദാ അസാബതുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ വരുമ്പോൾ അവർക്ക് അതിന്റെ പേരിൽ അള്ളാഹു പ്രതിഫലം കൊടുക്കും. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, ഖുർആനാണ്. അതുകൊണ്ട് ആശൂറ വരുമ്പോഴും മുഹറം വരുമ്പോഴൊക്കെ ദുഃഖപ്രകടനം നടത്തുന്ന ശിയാക്കളുടെ വഴിയിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാർഗത്തിലോ അല്ലെങ്കിൽ നേരത്തെ ചിലർ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട ദിവസമായതുകൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ച് സുർമ ഇട്ടതുപോലെ അതിന്റെ പേരിൽ പുതിയ വസ്ത്രം ധരിച്ചതുപോലെ സന്തോഷം പ്രകടിപ്പിച്ച നാസിബത്തിന്റെ വഴിയിലോ പെട്ടുപോകാതെ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. നമുക്കെല്ലാം അറിയാം, ആശൂറ നോമ്പ് വളരെ പുണ്യമുള്ളതാണ്. അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിന്റെ മർദ്ദനങ്ങളിൽ രക്ഷപ്പെട്ട വകയിലുള്ള ശുക്റാണ്. അതോടുകൂടെ തൗസിയത്തുൻ അലൽ ഇയാൽ, അതെ, നമ്മുടെ ആശ്രിതർക്ക് നല്ല ഭക്ഷണവും മറ്റും കൊടുക്കുന്നത് അന്ന് നല്ലതാണ് എന്ന് ചില റിവായത്തുകളിൽ ഉണ്ട്. അതിനെ മഹാന്മാരായ പണ്ഡിതന്മാര് തള്ളിക്കളഞ്ഞിട്ടില്ല. അതേ സമയത്ത് അല്ലാത്ത സംഗതികൾ പലതും പറയപ്പെടുന്നതെല്ലാം പണ്ഡിതന്മാര് തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. അത് ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളും ഇമാം സുമൂദിയും ലോകത്തുള്ള ഒരുപാട് പണ്ഡിതന്മാർ സുന്നത്ത് ജമാഅത്തിന്റെ അയിമ്മത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ സുന്നത്തുകൾ മുറുകെ പിടിച്ചും ബിദ്അത്തുകൾ കൈയൊഴിച്ചും മാത്രം നമ്മൾ ജീവിക്കണം. നമ്മൾ ഒരിക്കലും ഒരാളെയും പുകഴ്ത്തി പറഞ്ഞിട്ട് നമ്മൾ കുറ്റക്കാരാകരുത്. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഒന്നും പറയരുത്. വളരെയേറെ ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ബഹുമാനപ്പെട്ട ഖുറാത്തങ്ങൾ ഇവിടെ മറവ് ചെയ്യപ്പെട്ടു. അള്ളാഹു അടുത്ത ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. സയ്യിദന്മാരെ സമീപിക്കുന്നത് ജീവിതകാലത്തും വഫാത്തിന് ശേഷവും ഏതായാലും പുണ്യം തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ സിയാറത്തിന് വരുന്നതൊക്കെ പുണ്യം തന്നെയാണ്. പക്ഷേ അതിന് പ്രചോദിപ്പിക്കണം എന്ന് മനസ്സിലാക്കി എന്തെല്ലാമോ വിളിച്ചു പറയരുത്. സ്റ്റേജിൽ കയറിയിട്ട് എന്തെല്ലാമോ അവരുടെ മഹത്വത്തെ ജനങ്ങൾ തെറ്റിദ്ധരിക്കാനോ അവരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാനോ കാരണമാകുന്ന വിധത്തിലുള്ളതൊന്നും പറയരുത്. വലിയ ആൾക്കാരും ചിലപ്പോൾ തമാശ പറയും. ബഹുമാനപ്പെട്ട അഷ്റഫ് തങ്ങളുടെ ഡ്രൈവറാണ്. മിഞ്ഞാന്ന് ഞാൻ അവിടെ വീട്ടിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, തലേ ദിവസം ഞങ്ങളിങ്ങനെ കാറിൽ വരുമ്പോൾ തങ്ങൾ പറഞ്ഞു, എങ്ങളും ഞാനും കുറുക്കനും മാത്രമേ റോട്ടുമ്മലുള്ളൂ എന്ന് പറഞ്ഞു. കാരണം വേറെ ഒന്നുമില്ല കാണാൻ. അപ്പൊ തങ്ങളൊരു തമാശ പറഞ്ഞതാ, ഞാനും നിങ്ങളും കുറുക്കനും മാത്രമേ ഉള്ളൂ. അതുപോലെ ചിലപ്പോൾ തമാശയിൽ തങ്ങൾ ചിലപ്പോ അത് ഞാനാണെന്നോ അത് ഞാനായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു വരും. അതൊക്കെ എടുത്ത് കറാമത്താക്കിയിട്ടൊന്നും ആരും തമാശയും കാര്യവും വേർതിരിക്കാതെ സംസാരിക്കുന്ന ചുറ്റുപാടുകൾ ഉണ്ടാകരുതെന്നു കൂടി ഈ സമയത്ത് പറയുന്നു. സുന്നത്ത് ജമാഅത്ത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കണം. അതിന് കാവൽക്കാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചു തരുന്ന നയങ്ങളും അവർ പഠിപ്പിക്കുന്ന ആശയങ്ങളും മുറുകെ പിടിക്കണം. ഇന്ന് ഞാൻ മരിക്കുമോ ഇല്ലേ എന്നെനിക്ക് യാതൊരു അറിവും ഇല്ല, നിങ്ങൾക്കും ഇല്ല. ഈ ഒരു മൈക്കിന് ചിലപ്പോൾ ഗ്യാരണ്ടി ഉണ്ടാകാം. ആ ഗ്യാരണ്ടി പേപ്പറിൽ ഒപ്പിട്ടവന് ഗ്യാരണ്ടി ഇല്ല. ഈ പ്രസംഗിക്കുന്ന ഞാൻ എൻ്റെ പ്രസംഗം തീരുന്നത് വരെ ജീവിക്കും എന്നതിന് ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് എപ്പോഴും മരണത്തിന് ഒരുങ്ങി ജീവിക്കുന്നതാണ് ബുദ്ധിയുള്ള മനുഷ്യന്റെ ഏറ്റവും വലിയ വളീഫ, കടപ്പാട് എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തി അർഹമർ റഹീമിനായ റബ്ബ് സുബ്ഹാനഹു വ തആല സാദാത്തുക്കളെ അഹ്ലുൽ ബൈത്തിനെ സ്നേഹിച്ചതിനാൽ, ഉലമാഇനെ സ്നേഹിച്ചതിനാൽ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി എളിയ ഖിദ്മകൾ ചെയ്തതിനാൽ, സാധുക്കളായ നമ്മുടെ പ്രവർത്തനങ്ങൾക്കോ വാക്കുകൾക്കോ നയങ്ങൾക്കോ എവിടെ എന്ത് അപാകതകളുണ്ടെങ്കിലും അതെല്ലാം മാപ്പ് തന്ന് നമ്മുടെ ഖൽബ് ശുദ്ധീകരിച്ച് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി റബ്ബ് നമ്മുടെ ഹുസ്നുൽ ഖാത്തിമത്ത് കൊണ്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മെ സ്നേഹിച്ചവർ, നമ്മെ സഹായിച്ചവർ, സഹായിക്കുന്നവർ, നമ്മുടെ ദീനീ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചവർ, വിദേശത്തുള്ളവർ, നാട്ടിലുള്ളവർ, ആര് എവിടെയുണ്ടോ എല്ലാവരുടെയും ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. വിട്ടുപിരിഞ്ഞു പോയ താജുൽ ഉലമ മുതൽ ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് തങ്ങൾ മുതൽ, നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ നൂറുൽ ഉലമ, കൻസുൽ ഉലമ മുതൽ, നമ്മുടെ താജുൽ ശരീഅ മുതൽ, താജുൽ മുഹദ്ദിഖി, താജുൽ ഫുഖഹാ മുതൽ, നമ്മെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ അബ്ബാസ് മുസ്ലിയാർ അടക്കം ഈ കർണാടകയിലും പുറത്തുമൊക്കെ പ്രവർത്തിച്ച എത്രയോ ആലിമീങ്ങളും സയ്യിദന്മാരും നമ്മെ പിരിഞ്ഞു പോയവരുണ്ട്. അല്ലാഹു എല്ലാവരുടെ ഖബറിലും ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകും.
ബഹുമാനപ്പെട്ട അമേൽത്തെ തങ്ങളുടെ പെങ്ങള്, തങ്ങളവറുകളുടെ ജ്യേഷ്ഠന്റെ മകൻ, അതെ, തങ്ങളുടെ മൂത്തമ്മ മരണപ്പെട്ട ദിവസമാണെന്ന് പറഞ്ഞു. അള്ളാഹു അവരുടെ എല്ലാം ഖബറിൽ ദറജ വർദ്ധിപ്പിച്ചു. അഹ്ലി ബൈത്തിൽപ്പെട്ട എല്ലാ മഹാന്മാരെയും നമ്മയും അല്ലാഹു തആല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകും. ആലുൻ നബിയ്യ ദരിയാതി വഹും ഇലൈഹി വസീലതി അർജൂ ബിഹിം താഗദാ ബിയദിൽ യമീനി സഹീഫതി. അത് ചൊല്ലിയതാരാ? എല്ലാ ഔലിയാക്കളുടെയും ആലിമീങ്ങളുടെയും ഗുരുവര്യരായ ഇമാം ശാഫഈ തങ്ങളാണ് ചൊല്ലിയത്. ആലുൻ നബിയ്യ ദരിയാതി, നബി കുടുംബമാണ് എനിക്ക് എൻ്റെ വലത്തേ കയ്യിൽ കിതാബ് കിട്ടാനുള്ള എൻ്റെ നിദാനം, അവരെയാണ് ഞാൻ തവസ്സുൽ ചെയ്യുന്നത് എന്ന് ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹു ചൊല്ലിയിരിക്കെ നമുക്കതിലപ്പുറം എന്ത് പറയാനുണ്ട്? മഹാനായ താജുൽ ഉലമയുടെ മൂത്ത മകൻ തങ്ങളവറുകൾ നമ്മുടെ സദസ് സ്റ്റേജിലുണ്ട്. അതുപോലെ ധാരാളം സയ്യിദന്മാരുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളുടെ മകൻ ഷഹീർ തങ്ങളടക്കം ചെറുപ്പക്കാരും വലിയവരുമായ ഒരുപാട് സയ്യിദന്മാർ നമ്മുടെ സദസ്സിലുണ്ട്, സ്റ്റേജിലുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും നമുക്കും എല്ലാ ഖൈറും വർദ്ധിപ്പിച്ചു തരട്ടെ. സയ്യിദ് അലി ബാഫഖി തങ്ങൾ അല്ലാഹു തആല നമ്മുടെ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കാൻ ഇനിയും ഒരുപാട് കാലം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടുത്തെ ചെലവിലേക്ക് ചീരണിയും മറ്റ് എല്ലാറ്റിനും സഹായങ്ങൾ നൽകിയവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എല്ലാ ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. മക്കളുടെ കയ്യിൽ പലരും അതിനു വേണ്ടി സംഭാവനകൾ കൊടുത്തവരുണ്ട്. അല്ലാഹു അതെല്ലാം ഖബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദന്മാരുടെയും ആലിമീങ്ങളുടെയും ദുആയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് വന്നത്. ഇൻഷാ അല്ലാഹ് ആഗസ്റ്റ് 17-ാം തീയതി തങ്ങളുടെ 40ന്റെ പ്രാർത്ഥനയ്ക്ക് മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾക്ക് പങ്കെടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉസ്താദ് അവറുകൾ വരാമെന്ന് ഏറ്റിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ CM ഇബ്രാഹിം സാഹിബ് ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യുമ്പോൾ സിയാറത്ത് ചെയ്യുന്നവർ നനയാതിരിക്കണമല്ലോ, അതുപോലെ സിയാറത്ത് ചെയ്യുന്നവർ വെയിൽ കൊള്ളാതിരിക്കണമല്ലോ. അതിന് സിയാറത്ത് ചെയ്യുന്നവർക്ക് വെയിലും മഴയും ഇല്ലാതിരിക്കണം. അല്ലാതെ മരിച്ചു കിടക്കുന്ന ആളുകൾക്ക് മേലെങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ട് അവർ നനയാതിരിക്കാൻ എന്നല്ലല്ലോ നമ്മളെ നീയത്ത്. അതോടൊപ്പം തന്നെ മഹാന്മാരുടെ ഖബറിന്റെ മേലെ ഖുബ്ബ നിർമ്മിക്കുന്നത് അവരെ സിയാറത്ത് വർദ്ധിപ്പിക്കാൻ കാരണമായതിനാൽ അത് പുണ്യകർമ്മമാണെന്ന് ഇമാം റംലി റളിയല്ലാഹു അൻഹു നിഹായയിൽ ഇമാം ഗസാലി അടക്കമുള്ള മഹാന്മാരിൽ ഉദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും അങ്ങനെ ആളുകൾക്ക് സിയാറത്തിന് വരുന്നവർക്ക് മഴ കൊള്ളാതെ ഇവിടെ സിയാറത്ത് ചെയ്യാനുള്ള സൗകര്യം ചെയ്യാൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം സാഹിബ് ഏറ്റിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം അത് പറഞ്ഞല്ലോ. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. ഇനിയും കുറേ അങ്ങനെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നും പറഞ്ഞല്ലോ. അള്ളാഹു അതിന് ദീർഘായുസ്സും കൊടുക്കട്ടെ. ആഗ്രഹം പറയാലോ, വറഗ്ബത്തുൻ ഫിൽ ഖൈരി ഖൈറുൻ വഅമൽ ബിർരിൻ യസീനു ഫൽയുഖസ് മാ ലം യുഖൽ. അത് ആഗ്രഹം പറഞ്ഞു. അള്ളാഹു തആല നല്ല ആഗ്രഹങ്ങളൊക്കെ എല്ലാവർക്കും പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. മഹാനായ കുമ്പോൾ തങ്ങളവറുകൾക്ക് നല്ല ആരോഗ്യം പോരാത്തതുകൊണ്ടാണ് എത്താതിരുന്നത് എന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു അവിടത്തേക്കും കുമ്പോൾ സയ്യിദന്മാർക്ക് എല്ലാവർക്കും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.